തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വത്തെ കരിവാരി തേക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ദുഃഖമുണ്ട്. പൂരം ഭംഗിയായി നടക്കണം എന്ന് മാത്രമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. റിപ്പോർട്ട് വായിച്ചിട്ടില്ല. വാർത്തകളിൽ വന്ന വിവരം മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യമാധ്യമത്തിലൂടെയും പത്രമാധ്യമത്തിലൂടെയാണ് ഇത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ തൃശ്ശൂർ പൂരം എന്നുള്ളത് വർഷങ്ങളായിട്ട് 100, 150, 200 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത്. അത് പോലീസ് ഈ കഴിഞ്ഞ 2024 എന്താ പറയുക, തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൽ എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തൃശ്ശൂർ പൂരം ഞങ്ങൾ ഭംഗിയായി നടക്കും. 2025 തൃശ്ശൂർ പൂരം വളരെ വ്യക്തമായി നടന്നു. ഈ ഉദ്യോഗസ്ഥരും എല്ലാവരും അതിനൊപ്പം ഉണ്ടായിരുന്നു. അന്നെല്ലാം വളരെ ഭംഗിയായി നടന്നു. 2022 23 കാര്യങ്ങൾ ഭംഗിയായി നടന്നു. 23 ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് 24 ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത്. അത് നടപ്പായില്ല. അത് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം, തിരുവമ്പാടി ദേവസ്വത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തണമെന്ന്. ഞങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ചോ ഇതിനൊന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിത് അധികം ഇതിലൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നീട് ഞങ്ങളെ ദേവസ്വം കമ്മിറ്റിയും അതേപോലെ ദേവസ്വം ജനറൽ ബോഡിയും വിളിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അതിന് പ്രതികരിക്കാം.